നിന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയൽ മാത്രമല്ല എന്റെ ജോലി. ഞാനൊരു കുടുംബം നടത്തുന്നുണ്ട് ഇവിടെ. അദ്ദേഹം എവിടെ? ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു മാം. ഇനി മുകളിലെ ബഹളം എങ്ങാനും കേട്ടു കാണോ? അതിന് സാധ്യതയുണ്ട് സിനി. അല്ലെങ്കിൽ പെട്ടെന്ന് ഫോൺ വന്നിട്ടായിരിക്കും. ഞാൻ ഒന്ന് വിളിച്ചു നോക്കാം. മോളെ, എങ്ങോട്ട് പോവാ നീ? എനിക്കിനി ജീവിക്കണ്ട. ആ വേലക്കാരിയുടെ മകള് ഒരു വെളിയില്ലാത്ത കൃഷ്ണ എന്റെ അച്ഛന്റെ അതേ രക്തത്തിൽ പിറന്നതാണെങ്കിൽ ആ മനുഷ്യനിൽ നിന്ന് കിട്ടിയ ജീവനും കൊണ്ട് ഞാൻ എന്തിനാ നടക്കുന്നേ? മോളെ, മമ്മി, ഗാഥ ഒരു പെക്കുലിയർ ബേർത്താണ്. ഗാഥയ്ക്ക് കിട്ടുന്നതൊന്നും മറ്റാർക്കും ഉണ്ടാവാൻ പാടില്ല. ഗാഥയുടെ നേട്ടങ്ങൾ കണ്ട് മറ്റുള്ളവരെല്ലാം അമ്പരന്ന് വാ പൊളിച്ചു നിൽക്കണം. അങ്ങനെ ഡിസൈൻ ചെയ്ത് ജീവിച്ചവളാ ഞാൻ. എനിക്കൊരു വേലക്കാരിയുടെ മകളുടെ വിലയുള്ളോ? ഞാൻ എന്തിനാ ജീവിക്കുന്നേ? ഞാൻ ജീവിക്കേണ്ട ഒരു ആവശ്യമില്ല. മോളെ ഗാഥ, മോളെ, സിനി വന്നേ. ശരി മാം. ഇത്ര പെട്ടെന്ന് ഗാഥ മാഡം എവിടെ പോയി മാം? അവളുടെ മനസ്സാകെ അസ്വസ്ഥമാണ് സിനി. അവൾ എന്തോ കരുതി കൂട്ടി ഇറങ്ങിയതാ. വണ്ടിയെടുക്ക്. മാം, ദേ ഗാഥ മാഡം. ഡ്രൈവർ, വണ്ടി നിർത്ത്. എങ്ങനെ കൂട്ടിക്കഴിച്ചു നോക്കിയാലും സംഭവിച്ചതെല്ലാം നല്ലതിനാണെന്ന് തോന്നുന്നേ. കൃഷ്ണ ഒരു വേലക്കാരിയുടെ മകളാണ്. സാമ്പത്തികമായി അവർ നമ്മളെക്കാൾ ഒരുപാട് താഴെയാണ്. പക്ഷേ നവീന്റെ ഭാര്യയായി ആ കുട്ടി വന്നതില് ഒട്ടും കുറച്ചില് തോന്നുന്നില്ല. എത്ര മിടുക്കിയാണ് കൃഷ്ണമോള്. എല്ലാ കാര്യങ്ങളിലും ഗാഥയേക്കാൾ ഒരുപടി മുമ്പ് തന്നെയാണ് കൃഷ്ണ. നവീന് ചേർന്ന് നമ്മള് കൃഷ്ണ തന്നെയാണ്. അക്കാര്യത്തിൽ എനിക്ക് എതിരഭിപ്രായം ഒന്നുമില്ല നന്ദ. ഒരു കുടുംബം ഒരു പെൺകുട്ടി ആഗ്രഹിക്കുമ്പോ അവക്ക് വേണമെന്ന് തോന്നുന്ന എല്ലാ യോഗ്യതകളും കൃഷ്ണയ്ക്കുണ്ട്. പക്ഷേ ഹൃദയശുദ്ധി ഉള്ളതുകൊണ്ടോ ഭക്തയായതുകൊണ്ടോ വിധി മറികടക്കാൻ ആ കുട്ടിക്ക് സാധിക്കുവോ? ഇരട്ട കുട്ടികളിൽ ഒരാൾക്ക് മാത്രമേ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റൂ എന്ന് പറഞ്ഞ വാചകം ഇപ്പോഴും കാതിൽ കടന്ന് പെരുമ്പറ കൊട്ടുകയാണ്. കൃഷ്ണയും ഗാഥയും ഒരമ്മയുടെ വയറ്റിൽ പിറന്നതല്ലെന്ന് നമുക്ക് വ്യക്തമായിട്ടറിയാം. അവളെ സമാധാനിപ്പിക്കാൻ സിദ്ധൻ ശ്രമിക്കുന്നുണ്ട്. അത് കൃഷ്ണയുടെ ഭക്തിയിൽ അദ്ദേഹത്തിനുള്ള വിശ്വാസം കൊണ്ടായിരിക്കാം. നമുക്കത് തന്നെ വിശ്വസിക്കാമേ. കൃഷ്ണമോള് നമ്മുടെ കുടുംബത്തെ രക്ഷിക്കും. അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ചുറ്റി വളഞ്ഞ് അവളിലേക്ക് നമ്മൾ എത്തിച്ചേരില്ലായിരുന്നു. രക്ഷിക്കുമെന്ന് ചിന്തിക്കാൻ എളുപ്പമാണ് നന്ദ. പക്ഷെ അതിന് കഴിഞ്ഞില്ലെങ്കിൽ അവളെ ബലി കൊടുത്ത വഴിയിൽ നിന്ന് നമുക്ക് കരയേണ്ടി വരും. പരലോകത്തെ മോക്ഷം വിട്ടേക്ക്. ജീവിച്ചിരിക്കുന്ന ഇവിടെ മനസ്സമാധാനം ഉണ്ടാവുമോ?
ഇതെന്തു പറ്റി? മോളെന്താ നടന്നു വരുന്നേ? അത് പിന്നെ ഞാൻ അമ്മയുടെ അടുത്തേക്കൊന്ന് പോയതായിരുന്നു. എന്നെ ഗേറ്റിൽ വിട്ടിട്ട് വണ്ടി പോയി. ഞാനിങ്ങോട്ട് നടന്നു കയറുന്നേ ഉള്ളൂ. ഇതെന്തു പറ്റി മുത്തശ്ശിക്ക്? എന്തെങ്കിലും ക്ഷീണമുണ്ടോ? മുഖം വല്ലാതിരിക്കുന്നു. ഒന്നുമില്ല കുട്ടി. ഒന്നുമില്ലെന്നൊന്നും പറയണ്ട. എന്തോ ഒരു വിഷമം മുത്തശ്ശി അലട്ടുന്നുണ്ട്, അത് ഉറപ്പാ. മുത്തശ്ശിക്ക് എല്ലാ കാര്യത്തിലും ടെൻഷനാ മോളെ. പുറമേക്ക് നല്ല ധൈര്യമൊക്കെ കാണിക്കും, പക്ഷെ വീട്ടിനകത്തുള്ള ഓരോരുത്തരുടെ കാര്യത്തിലും മുത്തശ്ശിക്ക് ടെൻഷനാ. എന്താ മമ്മി ഇപ്പൊ കാണിച്ച? എനിക്ക് നീ അല്ലാതെ മറ്റാരാ മോളെ ഉള്ളത്? മമ്മി എന്നെ മനസ്സിൽ നിന്ന് മാറ്റി നിർത്തിയിട്ടല്ല. ഒരു നിമിഷമെങ്കിലും മമ്മി എന്നെ മനസ്സിൽ നിന്ന് മാറ്റി നിർത്തിയാലേ എനിക്ക് പിന്നെ ഈ ജീവിതം വേണ്ട. എനിക്ക് അത്രയ്ക്കും ഇഷ്ടാ മമ്മിയെ.